കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞപുഴയ്ക്ക് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന പിക്കപ്പ് വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തി. തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത 183-ൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു ഈ മാസം 19-ന് വാഹനാപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അപകടം പറ്റി റോഡിൽ കിടക്കുകയായിരുന്ന വിഷ്ണുവിനെ ഇതുവഴി പോയ വാഹന യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് പീരിമേട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എങ്കിലും വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കുവാനായില്ല. അപകടം നടന്ന അന്ന് തന്നെ വാഹനമിടിച്ചാണ് അപകടമുണ്ടായതെന്ന് സംശയം ബലപ്പെട്ടിരുന്നു. പിക്കപ്പ് വാഹനമാണ് ഇടിച്ചതെന്ന സംശയമുണ്ടായിരുന്നു. തുടർന്ന് പീരിമേട് പോലീസിന്റെ നേതൃത്വത്തിൽ മുറിഞ്ഞപുഴ മുതൽ മുണ്ടക്കയം വരെയുള്ള CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ വാഹനം തിരിച്ചറിയുകയും ഇതിന്റെ നമ്പർ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് അപകടത്തിനിടയാക്കിയ വാഹനവും വാഹനമോടിച്ച ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തത്. രാത്രി ഇത്തരം രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക പ്രയാസകരമായ കാര്യമാണ്. തുടർന്ന് നിരവധി വാഹനങ്ങൾ പരിശോധിച്ചും നിരവധി ആൾക്കാരെ കണ്ടുചോദിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഓരോ വാഹനത്തിനും എന്തെങ്കിലുമൊക്കെ സവിശേഷതകളാണ്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ കണ്ടെത്തിയാണ് പോലീസ് അന്വേഷണം നടത്തിയത്. തുടർന്ന് കമ്പത്തിനടുത്തുള്ള ഒരു റസിംഗപുരം എന്ന സ്ഥലത്ത് നിന്ന് വാഹനം പോലീസ് കസ്റ്റഡി എടുക്കുകയാണ്. വാഹനം ഓടിച്ചാളെയും പോലീസ് കസ്റ്റഡി എടുക്കുകയുണ്ടായിരുന്നു. തുടർന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. തമിഴ്നാട് തേനി റാസിംഗപുരം സ്വദേശി സുരേഷിനെയാണ് തേനിയിലെത്തി പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിന് ഇടയാക്കിയ പിക്കപ്പ് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപകടത്തിന് ശേഷം ഈ പിക്കപ്പ് വാഹനം തമിഴ്നാട്ടിൽ വെച്ച് പെയിന്റിംഗ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.